ഓരോ ഘട്ടത്തിലും ഈ പാചകവാതക പ്രതിസന്ധി അത് ഓരോ മേഖലകളെയും എങ്ങനെയായിട്ട് പ്രതികൂലമായി ബാധിക്കുന്നു എന്നത് സംബന്ധിച്ച് പറഞ്ഞു പോവുകയാണല്ലേ. ഈ ഹോട്ടലുകളെയൊക്കെ ഈ പ്രതിസന്ധി ബാധിച്ചതോടെ പച്ചക്കറി വിൽപ്പന അത് നേരെ പകുതിയായി കുറഞ്ഞു എന്നാണ് കച്ചവടക്കാർ ഇപ്പോൾ പറയുന്നത്. കോഴിക്കോട് പാളയം മാർക്കറ്റിൽ 60% വിൽപ്പന കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ലോഡ് വരെ ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ്. പാചകവാതക പ്രതിസന്ധി മറികടക്കാനാവാതെ കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ നല്ലൊരു ശതമാനത്തിലധികം ഹോട്ടലുകളും പൂട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് ആവശ്യത്തിനുള്ള പാചകവാതകം ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അവസ്ഥയിലൂടെ ഈ ഹോട്ടലുകൾ അത്രയും കടന്നു പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് പാളയം മാർക്കറ്റിലാണ്. ഇവിടെ നിന്നാണ് ഈ നല്ലൊരു ശതമാനം ഹോട്ടലുകളിലേക്കും പഴങ്ങളായാലും പച്ചക്കറികളായാലും കച്ചവടം നടക്കുന്നത്. അത് ഇവിടെ മൊത്ത വിൽപ്പന കേന്ദ്രങ്ങളാണ് ഈ കടകൾ അത്രയും. അപ്പോൾ ഇവിടുന്ന് നല്ലൊരു ശതമാനവും പച്ചക്കറികളും ഈ ഹോട്ടലുകളിലേക്ക് വിൽപ്പന നടത്തുന്നുണ്ട്. ഈ അടുക്കള പുകഞ്ഞെങ്കിൽ മാത്രമാണ് ഇവിടുന്ന് വിൽപ്പന നടത്തുന്ന ഈ പച്ചക്കറികളൊക്കെയും അത് പാകം ചെയ്ത് വേണ്ടവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ LPG ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടുത്തെ കച്ചവടത്തെയും അത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ LPG പ്രതിസന്ധി വന്നതോടുകൂടി തന്നെ പല ഹോട്ടലുകളും അടച്ചുപൂട്ടി, നല്ലൊരു ശതമാനവും അടച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ കച്ചവടത്തെ അത് എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത്? ഇവിടെ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇവിടുന്ന് ഒരു മാർക്കറ്റിൽ നിന്ന് സവാള കേങ്ങ് ഒരു 40% ഹോട്ടലുകളിലേക്ക് വലിയ വലിയ ഹോട്ടലിലേക്ക് ഇവിടുന്നാണ് പോകുന്നത്. ഇപ്പോൾ ഓരോ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇന്നലെ തൂക്കി മാറ്റിയിട്ടതാണ്. ഇത് ഇന്നലത്തെ ലോഡാണോ? ഇത് ഇന്നലെ മാറ്റിയിട്ടതാണ്. അപ്പോൾ അതിൻ്റെ പ്രതിസന്ധി വെച്ച് കഴിഞ്ഞാൽ അവർക്കിപ്പോൾ ഗ്യാസിൻ്റെ ലഭ്യത കുറവായതുകൊണ്ട് ഇപ്പോൾ പൊറോട്ട അടിക്കണില്ല, ചപ്പാത്തി, ദോശ അങ്ങനത്തെ സാധനങ്ങളൊന്നും അടിക്കില്ല. അപ്പോൾ അതിനോട് കൂടെ ആഡ് ചെയ്യാനുള്ള സാധനങ്ങളെ കറികൾ, ആ കറിയിലേക്ക് വിട്ട സാധനങ്ങളാണ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ ഓർഡർ പകുതിയിൽ കൂടുതൽ ക്യാൻസൽ ആയിക്കൊണ്ടിരിക്കുക. കാരണം അവർക്ക് ഗ്യാസ് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും ഇപ്പോൾ ടേബിളിൻ്റെ മുകളിൽ ഹോട്ടലുകാർ വെക്കണില്ല. അത് ചൂടാക്കിയിട്ട് വേണമല്ലോ എടുക്കാൻ. എത്ര ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കേരളത്തിൽ പോകുന്നത്. ഇതിപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നേരത്തെ ഹോട്ടലുകൾ ഓർഡർ തരുന്നത് പ്രകാരമായിരിക്കും നിങ്ങൾ ഈ പച്ചക്കറികളൊക്കെ ഇവിടേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ പെട്ടെന്ന് ഇവരിപ്പോൾ രാവിലെ വിളിച്ച് പറയുകയാണ് ഇത്രയും ഓർഡർ ഇന്നൊക്കെ ആവശ്യമില്ല. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, LPG കിട്ടാതെ അവർക്ക് കട തുറക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നിങ്ങളത് എങ്ങനെയാണ് മാനേജ് ചെയ്യുക? ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മുതലാളിമാരാണെങ്കിൽ പിടിച്ചു നിൽക്കും. സാധാരണ രീതിയിൽ അന്നന്ന് കച്ചവടം ചെയ്ത് പോണ മുതലാളിമാരൊക്കെ വളരെ പ്രതിസന്ധിയിലായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഡെലിവറി ബോയ്സിനെയൊക്കെ ബാധിച്ചത് നമ്മൾ കണ്ടു. കാരണം അവർക്ക് ഓർഡർ കൊടുക്കാനില്ല, ഓർഡർ മിതപ്പെടുത്തുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഈ പച്ചക്കറി മാർക്കറ്റിൻ്റെ അവസ്ഥ. കാരണം ഈ പച്ചക്കറി വാങ്ങി ഹോട്ടലുകൾ അത് പാകം ചെയ്ത് കൊടുത്താലാണ് അവർക്ക് കച്ചവടം ഉണ്ടാകും. അത് വാങ്ങിച്ചാൽ മാത്രമേ ഇവിടെയുള്ള ആൾക്കാർക്ക് അത് കച്ചവടം ഉണ്ടാകും. നേരെ പകുതിയായി കുറഞ്ഞു എന്നുള്ളതാണ്. 60%-ലേറെ ഇവിടുത്തെ കച്ചവടം കുറഞ്ഞു ഈ ദിവസങ്ങളിൽ എന്നുള്ളതാണ് ഏതായാലും കടക്കാരൊക്കെ തന്നെയും പറയുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.